കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഞാൻ ആദ്യമായി പുഞ്ചിരിച്ചു. എൻ്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. പർവ്വതത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കല്ല് എൻ്റെ നെഞ്ചത്തു നിന്ന് നീക്കിയതുപോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് വീണ്ടും ശ്വസിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് നീതി അനുഭവപ്പെടുക. എൻ്റെയും എൻ്റെ കുട്ടികൾക്കുമൊപ്പം ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള സ്ത്രീകൾക്കും തുല്യനീതിയുടെ വാഗ്ദാനം ചെയ്തതിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഞാൻ നന്ദി പറയുന്നു. ബിൽക്കീസ് ബാനു സുപ്രീം കോടതിക്ക് എഴുതിയ തുറന്ന കത്തിലെ വരികളാണിത്. ഈ വരികളിലുണ്ട് ബിൽക്കീസ് ബാനു എന്ന പോരാളി കടന്നു വന്ന കനൽ വഴികളുടെ നീറ്റലിന്റെ ആഴം. തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിന്റെ നടപടി റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയിൽ സുപ്രീം കോടതിക്ക് നന്ദി പറയുകയാണ് ബിൽക്കീസ് ബാനു. ഇന്നാണ് എനിക്ക് ശരിക്കും പുതുവർഷം. ആശ്വാസത്തിന്റെ കണ്ണീർ ഞാൻ തുടച്ചു. 1.5 വർഷത്തിനിടെ ഞാൻ ആദ്യമായി പുഞ്ചിരിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ ആലിംഗനം ചെയ്തു. ബിൽക്കീസ് അഭിഭാഷക ശോഭ ഗുപ്ത മുഖേന നൽകിയ കത്തിൽ പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റേതുപോലുള്ള യാത്രകൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടത്താനാകില്ല. ഭർത്താവും കുട്ടികളും എൻ്റെ കൂടെയുണ്ടായിരുന്നു. വെറുപ്പിന്റെ സമയത്ത് വളരെയധികം സ്നേഹം നൽകിയ സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ഓരോ പ്രയാസകരമായ വഴിത്തിരിവിലും അവർ എൻ്റെ കൈ പിടിച്ചു. നീണ്ട 20 വർഷത്തിലേറെയായി എന്നോടൊപ്പം അചഞ്ചലമായി നടന്ന നീതിയെക്കുറിച്ചുള്ള ആശയത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാൻ എന്നെ അനുവദിക്കാത്ത ഒരു അസാധാരണ അഭിഭാഷക എനിക്കുണ്ടായിരുന്നു, ശോഭ ഗുപ്ത. 1.5 വർഷം മുമ്പ് 2022 ഓഗസ്റ്റ് 15-ന് എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുകയും എൻ്റെ അസ്തിത്വത്തെ ഭയപ്പെടുത്തുകയും ചെയ്ത കുറ്റവാളികൾ മോചിതരായപ്പോൾ ഞാൻ തളർന്നുപോയി. എൻ്റെ ധൈര്യത്തിൻ്റെ സംഭരണി വറ്റിയതായി തോന്നി. എനിക്ക് വേണ്ടി 1 ദശലക്ഷം ഐക്യദാർഢ്യങ്ങൾ ഉയർന്നു വരുന്നതുവരെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകൾ എനിക്കൊപ്പം അണിനിരന്നു. അവർ എനിക്കൊപ്പം നിന്നു, എനിക്ക് വേണ്ടി സംസാരിച്ചു. സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജികൾ ഫയൽ ചെയ്തു. മുംബൈയിൽ നിന്നും 8500 പേരും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നായി 6000 പേരും അപ്പീലുകൾ സമർപ്പിച്ചു. കർണാടകയിലെ 29 ജില്ലകളിൽ നിന്ന് 40,000 പേർ ചെയ്തതുപോലെ 10,000 തുറന്ന കത്തുകൾ എഴുതി. ഈ ഓരോരുത്തർക്കും നിങ്ങളുടെ വിലയേറിയ ഐക്യദാർഢ്യത്തിനും ശക്തിക്കും എൻ്റെ നന്ദി. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നീതി എന്ന ആശയം വീണ്ടെടുക്കാൻ പോരാടാനുള്ള ഇച്ഛാശക്തി നിങ്ങൾ എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുട്ടികളുടെ ജീവിതത്തിൽ ഈ വിധിയുടെ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥന വളരെ ലളിതമാണ്. നിയമവാഴ്ച, എല്ലാറ്റിനും ഉപരിയായി നിയമത്തിന് മുന്നിൽ എല്ലാവർക്കുമുള്ള സമത്വം. ബിൽക്കീസ് കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു. നീണ്ട 1.5 വർഷത്തിന് ശേഷമാണ് ബിൽക്കീസ് ബാനു നിറഞ്ഞു ചിരിക്കുന്നത്. നീതിക്ക് വേണ്ടി പോരാടി ആ നീതി നേടിയെടുക്കുക തന്നെ ചെയ്ത് പോരാട്ടത്തിന്റെ പ്രതീകമായി മാറുകയാണ് ഈ 41കാരി. 15 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ പ്രതികൾക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തപ്പോൾ ബിൽക്കീസ് ഇതുപോലെ ആശ്വസിച്ചിരുന്നു. എന്നാൽ നിയമങ്ങളുടെ കണ്ണുകെട്ടി ഗുജറാത്ത് സർക്കാർ കുറ്റവാളികളെ ജയിൽ മോചിതരാക്കി. പ്രതികളെ മാലയിട്ടും മധുരം വിതരണം ചെയ്തുമാണ് നാട്ടിൽ സംഘ് പരിവാർ പ്രവർത്തകർ സ്വീകരിച്ചത്. ജയിൽ മോചിതരായ പ്രതികൾക്ക് VHP ഓഫീസിലും സ്വീകരണമൊരുക്കിയിരുന്നു. പ്രതികൾ ബ്രാഹ്മണരാണെന്നും നല്ല സംസ്കാരമുള്ളവരാണെന്നുമായിരുന്നു പ്രതികളെ പുകഴ്ത്തിക്കൊണ്ട് ഗോദ്രയിലെ BJP MLA ആയ CK റൗൾജി പറഞ്ഞത്. റൗൾജി അടങ്ങുന്ന പാനൽ തന്നെയാണ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ ശുപാർശ നൽകിയതെന്നും ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ നീതിയുടെ വാതിലുകൾ ബിൽക്കീസിന് മുന്നിൽ തുറന്നു കിടന്നു. പ്രതികളുടെ മോചനം റദ്ദ് ചെയ്ത വിധിയെ തുടർന്ന് രാജ്യത്തുടനീളം ആഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എന്നാൽ ഈ വിധി വരുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരനുമായ സുദേശ് M. രഘു ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ, ജീവൻ പണയം വെച്ചും സമ്മർദ്ദത്തെ അതിജീവിച്ചും സ്വന്തം നീതിക്ക് വേണ്ടി നിരന്തരം പോരാടുന്ന ബിൽക്കീസിനെ എന്തുകൊണ്ടാണ് ഇന്ത്യാസ് ഡോട്ടർ എന്ന് വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യധാര ഫെമിനിസ്റ്റ് നരേറ്റീവിൽ അവർ പരാമർശിക്കപ്പെടാതെ പോകുന്നത്? ഇത്രയും സങ്കീർണമായ വിധം പോരാടിയ എത്ര സ്ത്രീകളുണ്ട്? അവരുടെ സ്വത്തമല്ലാതെ മറ്റെന്താണ് അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ നിന്നും മുഖ്യധാരയെ വിലക്കുന്നത്?